ഉമ്മയും വാപ്പയും കൃഷിക്കാരായതുകൊണ്ടായിരിക്കാം എനിക്കും ആ ശീലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതുമഴ 2-3 മഴ നമുക്ക് നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വിത്തുകളൊക്കെ നട്ട് നോക്കാം. അപ്പോൾ പുറത്ത് കുറച്ച് അധികം തന്നെ ജോലി നമുക്ക് എടുക്കാനുണ്ട്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മുടെ ഓരോ ദിവസം നമ്മൾ എത്രത്തോളം അടിപൊളിയാക്കാം എന്നുള്ള വീഡിയോസാണ്. നല്ല എന്താ പറയുക, മനസ്സിലെ വിഷമങ്ങളും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് എൻജോയ് ചെയ്ത് നമ്മളെ ജോലികളിൽ ഏർപ്പെടാം. അപ്പോൾ രാവിലെ നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ അടുക്കള മുഴുവൻ പാത്രങ്ങളും അതുപോലെ അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എവിടെ സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക ഒന്നും അറിയാതെ ഒരു നിമിഷം നമ്മൾ പകച്ചു നിൽക്കുകയാണ്. അത്രയും നമ്മൾക്ക് ജോലി ഉണ്ടാവില്ലേ. കുഞ്ഞുമക്കളെ സ്കൂളിലും മദ്രസയിലും ഒക്കെ പറഞ്ഞയക്കണവരും അങ്ങനെ ഒരുപാട് അങ്ങ് ജോലിയിൽ ഏർപ്പെടാൻ അങ്ങ് കഴിയാത്തവരുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ ചെയ്യും ഒക്കെപ്പാടെ ഒരു ദിവസത്തെ ജോലി എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ നമുക്കൊരു ടെൻഷനായിരിക്കില്ലേ. രാവിലെ തന്നെ നമ്മൾ കടല വെള്ളത്തിലിട്ട് അത് കടലയും അതുപോലെ പുട്ടും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അടുക്കളയിൽ മാത്രമല്ല ജോലി, പുറത്തുകൂടെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല മഴ പെയ്താൽ പിന്നെ എന്താ പറയുക, അത്രയും സന്തോഷകരമായിട്ട് തന്നെ ഞാൻ പുറത്ത് ജോലിയൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഇഞ്ചി, മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, അതുപോലെ പാൽച്ചേമ്പ് ഇതൊക്കെ വിത്ത് കിട്ടിയിട്ടുണ്ട്. വീടിൻ്റെ പുറത്തായിട്ട് കുറച്ച് സ്ഥലം, ഒരുപാട് അങ്ങ് സ്ഥലമൊന്നുമില്ല, ഉള്ള സ്ഥലത്ത് നമ്മൾ അടിപൊളിയായി എല്ലാതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം ഒന്ന് ശരിയാക്കി നല്ല കരിയിലൊക്കെ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചാരവും എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ ഓരോ വിത്തും നടുകയാണ്. ഒരുപാടങ്ങ് നടാൻ നമുക്ക് സൗകര്യങ്ങളില്ലെങ്കിലും ഉള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. മഴ പെയ്താൽ പിന്നെ എന്താ പറയുക, അത്രയും സന്തോഷമാണ് എനിക്ക് കേട്ടോ പുറത്ത് ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റ് അതെല്ലാം ഒന്ന് ഒതുക്കി ശരിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഒരു 9 മണി സമയമായിട്ടുണ്ട്. 7 മണിക്ക് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത്. അങ്ങനെ 9 മണിക്ക് 2 മണിക്കൂർ ജോലി ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഭാഗത്തും വിത്തുകൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നടാനുണ്ട്. ഇനി നമ്മളെ ഗ്രോ ബാഗിലും ഒക്കെ നട്ടു കൊടുക്കുക കേട്ടോ. കരിയില നന്നായി നിറച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചിയൊക്കെ നട്ടു കൊടുത്താൽ ഇരട്ടി വിളവെടുക്കുക നമുക്ക്. ഒരുപാട് അങ്ങ് സാധനങ്ങളൊന്നും വേണ്ട. നമ്മളെ വീട്ടിലെ ചുറ്റുവട്ടം അടിച്ചു വാരി വൃത്തിയാക്കുമ്പോൾ ആ കുപ്പയും പച്ചക്കറി വേസ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ടാൽ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ വിത്തും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ പുറത്ത് നമ്മുടെ ജോലിയൊക്കെ ഒരുവിധം ശരിയായിട്ടുണ്ട്. ബാക്കിലാണ് ഇന്ന് വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് ഇന്ന് ജോലി എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മളകത്തേക്ക് കയറിക്കണം. അപ്പോൾ ഇനി ഊണിനുള്ള ഒരുക്കത്തിലാണ്. 2 ഇടിച്ചക്ക ആദ്യം തന്നെ പൊട്ടിച്ച് കൊടുന്ന് വെച്ചു. അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. നല്ല ഹെൽത്തി ആയതാണ് കേട്ടോ നമ്മളെ ഇടിച്ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ നമ്മളെ വീട്ടിലുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇടിച്ചക്ക എന്നുള്ള പ്രായത്തിൽ നിന്ന് വിടും. അപ്പോൾ നല്ല സോഫ്റ്റുള്ളൊരു ഇടിച്ചക്കയും കൂടിയാണ് കേട്ടോ. അപ്പോൾ മുതിരയും ഇടിച്ചക്കയും കൂടി ഉണ്ടാക്കി വെക്കണം. അപ്പോൾ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്, അവർക്കും ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ കറി വെക്കുകയാണ്. ചേമ്പും പാലിച്ചേമ്പും 2 തരം ചേമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചേമ്പും പാലിച്ചേമ്പും പിന്നെ കുമ്പളങ്ങ. അപ്പോൾ ഒരു മൺകുടുക്കിയിലാണ് വെക്കുന്നത്. അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് എണ്ണയും തൂവി കൊടുത്തിട്ടുണ്ട്. അന്ന് അടിയിൽ പെട്ടെന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് വിറകടുപ്പിലാണ് അതിങ്ങനെ ശരിയായി കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഇടിച്ചൊക്കെ വെന്തിട്ടുണ്ട്. മുതിരയൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വറവിടുകയാണ്. അപ്പോൾ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളിയും സവാളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കറിവേപ്പിലയും ഇട്ടിട്ട്
ഒരു തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തേങ്ങ നമ്മളെ കറിയിലേക്കും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശരിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പണികളെന്ന് പറഞ്ഞാൽ അടുക്കളപ്പണി ഇങ്ങനെയാണല്ലേ. അപ്പോൾ പെട്ടെന്ന് എടുത്ത് തീർക്കും വേണം. പിന്നെ നമ്മൾ മോര് കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. 2 ദിവസത്തേക്ക് നമുക്ക് മോര് കറിയാക്കി കഴിക്കാം. അങ്ങനെ നമ്മളെ ഉപ്പേരിയൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. മുതിരയും ഇടിച്ചക്കയും നല്ല മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് വെറുതെ ഇരുന്ന് കഴിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ 4 മണി പലഹാരമൊക്കെ ആക്കിയിട്ടൊക്കെ നമ്മൾ ഷുഗർ ഒക്കെ ഉള്ളവർക്കും അങ്ങനെ ഒരുപാട് ഹെൽത്തി ആയതാണ് ഇടിച്ചക്ക. കഴിയുന്ന പരമാവധി നമ്മൾ കഴിക്കാൻ നോക്കുക. അങ്ങനെ കറി വറവിട്ട് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റോട് കൂടി തന്നെ ഉലുവയും ചെറിയ ജീരകവും കടുകും കറിവേപ്പിലയും നന്നായി വറവിട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.